കീസ് ടു ആൻസേർഡ് പ്രേയേഴ്സ്. പ്രാർത്ഥന കേൾക്കുന്നതിൻ്റെ 4 താക്കോലുകൾ. ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന കേൾക്കുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ സന്തോഷമാണ്. ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ്. നമ്മൾ എപ്പോൾ പ്രാർത്ഥിച്ചാലും എങ്ങനെ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. പക്ഷേ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ ചോദിക്കത്തില്ല, അയ്യോ ഇനി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എനിക്കറിയത്തില്ല എങ്ങനെയാണ് പ്രാർത്ഥിക്കുക. പലരും എന്നോട് വന്ന് ചോദിക്കും, എങ്ങനെയാണ് മാഡം ഇനി പ്രാർത്ഥിക്കേണ്ടതെന്ന്. അതൊരു സാധാരണ ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പാർട്ട് 1ഉം പാർട്ട് 2ഉം കൊണ്ട് അത് മനസ്സിലാക്കി തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഗോഡ് ഈസ് ഓൾവേസ് ഗുഡ്. ദൈവം എപ്പോഴും നല്ലവനാണ്, നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. കർത്താവിന് നമ്മളെ അനുഗ്രഹിക്കാൻ വലിയ ആഗ്രഹമുണ്ട്. ഒന്നാമത്തെ താക്കോല് 4 അല്ല 5 ഉണ്ട് ആക്ച്വലി. ഒന്നാമത്തെ താക്കോല് ഹാർട്ട് ഫെൽറ്റ് പ്രെയർ. നമ്മുടെ നമ്മൾ ഹൃദയം നൊന്തൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ദൈവം അത് കേൾക്കും, സംശയമില്ല. കർത്താവിൻ്റെ ആത്മാവിൽ നമ്മൾ ഹൃദയത്തിൽ നിന്ന് വേണം പ്രാർത്ഥിക്കാൻ. ചുമ്മാതെ പ്രാർത്ഥിക്കുന്നു അല്ല മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടി കർത്താവ് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എണ്ണയും തേച്ച് ചന്തവയിൽ വന്ന് നിങ്ങൾ ഉറക്കെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല, ഞാനത് കേൾക്കത്തില്ല എന്ന് വളരെ ദൈവേശ്വരനെ പറയുന്നതാണ്. എന്നാൽ നമ്മൾ ഈ യാക്കോബിനകത്തൊരു വാക്യമുണ്ട് 5 യാക്കോബിൻ്റെ 5:16 ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ നീതിമാൻ്റെ 5:16 ലാസ്റ്റിലായിട്ട് വരുന്നു, നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ആരായിരിക്കണം? ഒന്നാമത് റൈച്വസ് ആണ്, നമ്മൾ നീതിമാന്മാരാണ്. ശ്രദ്ധിച്ച്, അതായത് ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയായിരിക്കണം. ദ ഹാർട്ട് ഫെൽറ്റ് പ്രെയർ എന്നാണ് ഇംഗ്ലീഷിൽ. ദ ഹാർട്ട് ഫെൽറ്റ് പ്രെയർ ഓഫ് എ റൈച്വസ് മാൻ അവെയിലത്ത് മച്ച്. അന്നേരമാണ് അവർ പ്രാർത്ഥിക്കുമ്പോഴാണ് മേളിൽ എഴുതിയിട്ടുണ്ട് നീതിമാൻ്റെ ശ്രദ്ധയോടെ. അതിന് മുമ്പിൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുത്തിന് വേണ്ടി മറ്റൊരുത്തൻ പ്രാർത്ഥിക്കുകയും നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. പിന്നെ ഏലിയാവിന് നമ്മുടെ സ്വഭാവമാണ്. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കേട്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചാലും കേൾക്കുമെന്നാണ് അടുത്ത് എഴുതിയിരിക്കുന്നത്. പിന്നെ 19-ാം വാക്യത്തിൽ, നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോകുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ പാപിയെ നേർവഴിക്ക് ആക്കുന്നവൻ അവൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാപങ്ങളുടെ ബഹുത്വം മറയ്ക്കുകയും ചെയ്യും എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. നമ്മൾ വേറൊരാളെ പാപത്തിൽ നിന്ന് രക്ഷിച്ചാൽ അവർക്ക് തന്നെയല്ല നമുക്കും കൂടെ പ്രയോജനം ഉണ്ടാകും. അപ്പം ഏലിയ പ്രവാചകൻ പ്രാർത്ഥിച്ചു. ഏലിയ പ്രവാചകൻ പ്രാർത്ഥിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ തീഷ്ണമായ പ്രാർത്ഥനയാണ്. ദൈവവുമായിട്ടുള്ള ഒരു ഉറ്റ ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ബാൽ വിഗ്രഹങ്ങളെ സേവിക്കുന്ന ഏകദേശം 830ഓളം പ്രോഫറ്റ്സിനെയാണ് ഏലിയ പ്രവാചകൻ വെട്ടിക്കൊന്നത്. അത് കഴിഞ്ഞിട്ട് ഏലിയ പേടിച്ചും പോയി, അത് ഓർക്കണം. അപ്പോൾ ഈ സ്വന്തം കഴിവിലല്ല ഇതൊന്നും ചെയ്യുന്നത്. നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു ശക്തി നമ്മളിൽ വരുമെന്നുള്ളത് സത്യമാണ്. നമ്മളത് പ്രാപിക്കുവോളം ദൈവത്തിൽ നിന്ന് മാറരുത്. ഏലിയ പ്രവാചകൻ പ്രാർത്ഥിച്ചു, ദൈവം കേട്ടു. ഹന്ന പ്രാർത്ഥിച്ചു, ദൈവം കേട്ടു. അവൾക്ക് സമൂവേലിനെ ദൈവം കൊടുത്തു. യേശുക്രിസ്തു ഗെത്സമനെ തോട്ടത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു, അവൻ്റെ വേർപ്പ് രക്തത്തുള്ളിയായിട്ട് വീണു. അതിനാൽ ക്രൂശ് മരണം ഏറ്റെടുക്കാനുള്ള ബലം വന്നു. These are laws in the spirit realm. ഫിസിക്കൽ ലോ പോലെ തന്നെ ആത്മീയ കോളത്തിൽ നിയമങ്ങളുണ്ട്. ഇറ്റ്സ് ലൈക്ക് എ പ്ലെയിൻ ട്രൈങ് ടു ലിഫ്റ്റ് അപ്പ്. ഒരു പ്ലെയിന് മുകളിലോട്ട് പോകുക എന്ന് പറഞ്ഞാൽ എത്രയോ ഭാരം വഹിക്കുന്ന ഒരു പ്ലെയിനാണ്. അത് കാടുത്തി നോക്കുമ്പോൾ ചെറിയ പ്ലെയിനൊന്നുമല്ല, മുട്ടൻ പ്ലെയിനാണ്. അതെങ്ങനെ വായുവിൽ ഇങ്ങനെ പൊങ്ങി പറക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് അതിശയമില്ല. ബിക്കോസ് ദർ ഇസ് എ ലോ വിച്ച് ഈസ് ആക്ച്വലി നമ്മളെ താഴോട്ട് വഹിക്കുന്ന ലോ ഓഫ് ഗ്രാവിറ്റി. എന്നാൽ ലോ ഓഫ് എയറോഡൈനാമിക്സ് എന്ന് പറയുമ്പം അത് ത്രസ് അല്ലെങ്കിൽ ശക്തി വന്നിട്ട് അതിനകത്ത് ഈ പ്രഷർ മാറ്റിച്ചിട്ട് അവർ ഈ നിയമം മാറ്റി എയറോഡൈനാമിക്സിൻ്റെ ലോ വരുമ്പം പ്ലെയിൻ മുകളിലോട്ട് പൊങ്ങിയിട്ട് മേളിൽ ചെന്ന് പറക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു നിയമം, ആദ്യത്തെ നിയമത്തിനെ ഖണ്ഡിച്ചെങ്കിലേ മറ്റേ നിയമം വരുന്നുള്ളൂ. അതുപോലെ തന്നെയാണ് ഫിസിക്കൽ ലോ ഖണ്ഡിക്കണം. ഫിസിക്കലായിട്ട് ചില കാര്യങ്ങൾ നമ്മളെ കണ്ണിന് മുമ്പിൽ ചെല്ലുമ്പോൾ നടക്കത്തില്ല. പക്ഷേ ആത്മീയ കുളത്ത് ദൈവം പറഞ്ഞു, ഞാനത് നിൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്നേ. അതിനകത്ത് നിൻ്റെ പാപമൊന്നോ കുറവൊന്നോ ഒന്നുമല്ല. നീ പാപം ഉണ്ടെങ്കിൽ ഏറ്റുപറ, അത് കഴിയുമ്പോൾ നീ ശുദ്ധിയായി. അത് കഴിഞ്ഞിട്ട് നീ എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുക, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക, കിട്ടുമെന്ന്. അപ്പോൾ ഈ പാപി എന്നുള്ള ചിന്ത വെച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ പ്രാർത്ഥന മുകളിൽ കയറുന്നില്ല. കാരണം യോഹന്നാൻ്റെ 9 പറയുന്നത് പാപിയുള്ള പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ലെന്ന്. അത് വീണ്ടും വീണ്ടും വന്നല്ലോ, അതുകൊണ്ടൊന്നും അതിൽ പറയാം. ഇതൊക്കെ നമ്മൾ ഈ ആബ്സല്യൂട്ട് ട്രൂത്തുകളാണ് ഞാൻ വിളിച്ച് പറയുന്നത്.
അതിനകത്ത് ഒരു ശകലം പോലും കരടില്ല. ഇത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും ജീവിതത്തിൽ ആവശ്യങ്ങളുടെ മുമ്പിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്യങ്ങളാണ് ഞാനീ പറഞ്ഞു തരുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 9:31, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്നു അവൻ്റെ ഇഷ്ടം ചെയ്യുന്നതിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു നാം അറിയുന്നു. ഇറ്റ്സ് എ വെരി സിമ്പിൾ ട്രൂത്ത്. സാധാരണക്കാർക്ക് പോലും അറിയാം പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ലെന്ന്. പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് പാപി എന്ന് ഏറ്റു പറയുമ്പം ആർ വി നോട്ട് നെഗേറ്റിംഗ് വാട്ട് വി ഹാവ് റിട്ടൺ ഓൾറെഡി ഓർ വാട്ട് വി ഹാവ് സെഡ് ഓൾറെഡി. നമ്മൾ തന്നെ നമ്മുടെ അനുഗ്രഹം തടസ്സപ്പെടുത്തുന്നത് എന്തിനാണെന്ന് ദൈവം ചോദിക്കുന്നു. നമ്മുടെ നാവുകൾക്ക് ശക്തിയുണ്ട്. എപ്പോഴാണ് ഈ നാവിന് കടിഞ്ഞാണ് ഇടുന്നതെന്ന് എനിക്കറിഞ്ഞൂടെ. വി ഹാവ് ടു ലേൺ ടു പുട്ട് എ റിഡിൽ, പുട്ട് എ സ്റ്റോപ്പ് ടു ദിസ് ടങ് വിച്ച് ഈസ് നോട്ട് നീഡഡ്. ആവശ്യമില്ലാത്ത പറയാതിരിക്കാൻ അറിയാൻ വയ്യെങ്കിൽ മിണ്ടാതിരിക്കും. ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. പക്ഷേ നെഗേറ്റീവ് പറഞ്ഞാൽ ദൈവത്തിന് പിന്നെ ഇറങ്ങി വന്ന് ചെയ്യാൻ വയ്യാത്തവർ നമ്മൾ ദൈവത്തിൻ്റെ കാലുകൾ കെട്ടല്ലേ, കൈകൾ കെട്ടല്ലേ. The flesh is pulling you down. The spirit is strong. When your flesh is weak, you feel tired. You can't pray. But at that time, keep on praying. Generate power to contend with every altar, every gate. അതായത് നമുക്ക് ക്ഷീണം തോന്നുന്നു, എനിക്ക് വയ്യാന്ന് പറയുമ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് ശക്തി കൂട്ടണം. അങ്ങനെ തോന്നുമ്പോൾ വേറൊരാളെ വിളിച്ചിരുത്തി പ്രാർത്ഥിപ്പിക്കണം. പ്രാർത്ഥിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ആത്മാവുള്ളവരെ തരാൻ പറഞ്ഞ ദൈവം തരും. അതല്ലെങ്കിൽ സങ്കീർത്തനം ഒരെണ്ണം തന്നെ എടുത്തിട്ട് 7 വട്ടം ഉറക്കെ അങ്ങ് വായിക്കണം. ഇതൊക്കെ പ്രാർത്ഥനകൾ തന്നെയാണ്. നമ്മളിപ്പിന്നെ അതുകൊണ്ട് എപ്പോഴും നമ്മുടെ പദം പറയുന്നതല്ല പ്രാർത്ഥന. അതൊരു ലോവസ്റ്റ് ലെവൽ ഓഫ് പ്രയറാണ്. പ്രാർത്ഥനയുടെ ഏറ്റവും അടുത്ത അടിയിലത്തെ തട്ടാത്. ദൈവത്തെ സ്തുതിച്ചുള്ള പ്രാർത്ഥന, ദൈവത്തെ ആരെന്ന് അറിഞ്ഞ് പ്രാർത്ഥിക്കുന്നത്, അതൊക്കെയാണ് പ്രാർത്ഥന. ദൈവം ആരെന്ന് അറിഞ്ഞിട്ടല്ലേ ഏലിയാ പ്രവാചകന് ധൈര്യമായിട്ട് ഈ ആഹാബ് രാജാവിൻ്റെ മുമ്പിൽ ജസബൽ കൊല്ലാൻ നിൽക്കുന്നവരുടെ മുമ്പിൽ ഈ ബാൽ വിഗ്രഹക്കാരെ വിളിച്ചു വരുത്തി വെച്ച് സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കിയിട്ട് അവന്മാരെ എല്ലാം കൊന്നത്. അതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കി. പുതിയ നിയമത്തിൽ ആരുണ്ട് അങ്ങനെ? നമ്മൾ ദൈവത്തെ ക്രിസ്തു ചെയ്ത് കൂടി ചെയ്യുന്നവരുണ്ട്. എത്ര പേര് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ കുറ്റവും പറയും. ഒന്നാമത്തെ ഹാർട്ട് ഫെൽറ്റ് പ്രേയർ, രണ്ടാമത്തെ പ്രേ ഇൻ ജീസസ് നെയിം. നിയമമാണ്, ദൈവത്തിന് നിബന്ധനമുണ്ട്. there are laws in heaven. അതായത് ആത്മീയ ഗോളത്തിൽ നല്ലവണ്ണം നിയമങ്ങളുണ്ട്. ലീഗൽ ഡിമെൻഷൻ ഓഫ് പ്രെയർ. ഹൗ ഡു യു പ്രസൻറ്റ് യുവർ പെറ്റീഷൻ? ഇപ്പം ഞാൻ കോടതിയിൽ പോയി, എനിക്ക് തോന്നുന്ന പോലെ കോടതി പറയാൻ ഒക്കുമോ? ഐ ഹാവ് ടു ബി വെരി കെയർഫുൾ വാട്ട് ഐ സ്പീക്ക് ദെയർ. I have to use the authority which they have given me as a lawyer or as a barrister. അല്ല ഇങ്ങനെ എനിക്ക് പറയാൻ ഒക്കുന്നത്. അതുപോലെ തന്നെയാണ് യേശുവിൻ്റെ പേര് പറഞ്ഞു വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. Anyone who has faith in me will do greater things than me because I am going to the Father. And I will do whatever you ask in my name so that the Son may bring glory to the Father. John 14:13. അതായത് എൻ്റെ പേര് പറഞ്ഞു വേണം നിങ്ങൾ കടന്നു വരാൻ. വേറെ പേരും കൊണ്ട് പറയുന്ന ഒന്നും അത് കാര്യസാധനത്തിനാണ് വേറെ പേരെടുക്കുന്നത്. വേറെ പേര് പറയുന്നൊന്നും ഈ വാക്യം കറക്റ്റാണെങ്കിൽ, യോഹന്നാൻ്റെ സുവിശേഷം 14:13 വാക്യം സത്യമാണെങ്കിൽ വേറെ പേരും കൊണ്ട് പറയുന്നത് ചെന്നാൽ മേളിൽ കയറുമോ? ഇല്ലെന്നല്ലേ അതിൻ്റെ അർത്ഥം. സാധാരണ ഒരാൾക്ക് മനസ്സിലാവുന്നതല്ലേ. നമ്മളെന്താ ഇത് ഈ പിശാചിൻ്റെ നുണയ്ക്കകത്ത് അങ്ങനെ കിടന്നങ്ങ് നമ്മൾ ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ എഴുന്നേറ്റ് വാ, പ്രകാശിക്കുക, മുന്നോട്ട് വാ. യോഹന്നാൻ്റെ സുവിശേഷം 16:23, ഇൻ ദാറ്റ് ഡേ യു വിൽ നോ ലോങ്ങർ ആസ്ക് മീ എനിത്തിങ്, ഐ ടെൽ യു ദ ട്രൂത്ത്, മൈ ഫാദർ വിൽ ഗിവ് യു വാട്ട് എവർ യു ആസ്ക് ഇൻ മൈ നെയിം. അതായത് അന്നേരം പിന്നെ എൻ്റെ പേര് പോയി നിങ്ങൾ അപ്പനോട് നേരിട്ടങ്ങ് ചോദിക്കേ, അന്നേരം ഞാൻ തരുമെന്ന്. വേറെ 7:7 ആസ്ക്, ചോദിക്കുക, മുട്ടുപീൻ വാതിൽ തുറക്കും, യാചിപ്പീൻ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും. ഇതൊക്കെ ദൈവം പറയുന്നത് വല്ല വീടിൻ്റെ വാതിൽ ചെന്ന് മുട്ടാനാണോ പറയുന്നത്? ഒരു വാതിലേ ഉള്ളെന്ന്. ആ വാതിലിൻ്റെ അവിടെ ചെന്ന് മുട്ടാൻ ഇത്ര പാടെന്തുവാ? ലെറ്റ് us കം ബോൾഡ്ലി ടു ദ ത്രോൺ ഓഫ് ഗ്രേസ്. ആ ദൈവം പറയുന്ന സത്യം മനസ്സിലാക്കി അറിയാമെങ്കിൽ യോഹന്നാൻ്റെ 14:13, യോഹന്നാൻ്റെ 16:23 എടുത്ത് വായിച്ചിട്ട് പ്രാർത്ഥിര്. ഞങ്ങൾ കോടതിയിൽ ആർഗ്യ ചെയ്യുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ആർഗ്യ ചെയ്യുന്നത്, അല്ലാതെ എനിക്ക് കേസ് ജയിക്കാനൊക്കത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നെങ്കിൽ സ്വർഗ്ഗകോടതിയിലെ നിയമമാണ് ഞാനീ പറഞ്ഞു തരുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ മഹാശക്തി എത്ര വലുതാണ്.
താക്കോലുകൾ, 4 താക്കോൽ, 5 താക്കോലുണ്ട് ഞങ്ങളെ അറിയാവുന്നതിന്. കർത്താവേ, നിൻ്റെ ഹാർട്ട് ഫെൽറ്റ് പ്രയർ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വിശ്വസിച്ചുകൊണ്ടൊരു പ്രാർത്ഥന അയച്ചാൽ അവിടുന്ന് പ്രാർത്ഥന കേൾക്കുമെന്ന് പറഞ്ഞു. രണ്ടാമത് നീ ഞങ്ങളോട് പറഞ്ഞു, ദർ ഇസ് എ ലോ, യു ഹാവ് ടു യൂസ് ദ നെയിം ഓഫ് ജീസസ്. യോഹന്നാൻ്റെ 14:13, അതുപോലെ 16:23. ഇതിലെല്ലാം നീ പറഞ്ഞിരിക്കുകയാണ് നിൻ്റെ വചനം, നിൻ്റെ പേര് പറഞ്ഞ് കയറി വരണമെന്ന്. ഞങ്ങൾ വല്ലപ്പോഴുമൊക്കെ വേറെ വല്ലവരുടെയും പേര് പറഞ്ഞ് കയറി വരുന്ന അറിവില്ലായ്മ ക്ഷമിക്കണം. ഞങ്ങൾ നിന്നോട് ക്ഷമ ചോദിക്കുക. നിൻ്റെ പേര്, പുത്രൻ തമ്പുരാൻ്റെ പേര് പറഞ്ഞ് കയറി വരുമ്പം പിതാവിന് സന്തോഷം. കുറച്ച് കഴിയുമ്പം പുത്രൻ പറയുന്നുണ്ട്, നിങ്ങൾ പിതാവിനോട് നേരിട്ട് ചോദിച്ചോളാൻ. കാരണം നമ്മളെപ്പോഴും പുത്രൻ്റെ പേരിലല്ലേ കയറി വരുന്നത്. അങ്ങനെ ഞങ്ങൾക്കൊരു ആക്സസ് കാർഡ് മുന്നിലോട്ട് കയറി വരാൻ അവസരം തന്നതിന് നന്ദി പറയുന്നു. അതിനത് ഏറ്റെടുത്തിരിക്കുന്നതിന് സ്തോത്രം. ഞങ്ങളുടെ അസംഖ്യങ്ങളായ പ്രാർത്ഥനകൾ അയച്ചിട്ട് എന്താ ഉത്തരം കിട്ടാത്തതെന്ന് ഇപ്പം മനസ്സിലായി. നിൻ്റെ നിയമത്തിന് തെറ്റിച്ച് ഞങ്ങൾക്ക് തോന്നിയ പോലെ നിയമം ഉണ്ടാക്കി. അതാണല്ലോ കായീനും ചെയ്തത്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള നിയമങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങൾ മിടുക്കരാപ്പിച്ച. ക്ഷമിക്കണേ, അറിവില്ലായ്മ കൊണ്ടാണ്, ഞങ്ങളുടെ ജഡമാണ്. അതിനെ ഇന്ന് വെട്ടിക്കളഞ്ഞിട്ട് ആത്മാവിൻ്റെ ശക്തിയിൽ ഞങ്ങൾ നീ പറയുന്ന പോലെ പ്രാർത്ഥനയുമായിട്ട് കയറി വരുന്ന അപ്പച്ച. ഇന്ന് മുതൽ ഇത്രയും നാളും പ്രാർത്ഥിച്ചത് കേൾക്കാതെ അപ്പച്ചൻ്റെ പേരും പറഞ്ഞു വരുമ്പോൾ ഉടനടി ദൈവദൂതന്മാരോ അപ്പച്ചനോ കടന്നു വന്ന് ഉത്തരം തരുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അപ്പച്ചൻ വാതിൽ തുറന്നു തന്നിരിക്കുന്ന കടന്നു കയറി വരുന്നു. ഞങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തെ അറിഞ്ഞുകൊണ്ട് ദൈവത്തിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരവും വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിപ്പോയിക്കോട്ടെ അപ്പച്ച. ഞങ്ങളെ സ്വർഗം കണ്ട് നിൻ്റെ മഹത്വം അറിഞ്ഞ് നിന്നിൽ നിന്ന് വാങ്ങിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് എത്രയോ ജീവനാപ്പിച്ച, അതെത്രയോ സന്തോഷകരം, അത് നിലനിൽക്കുന്നത്. അങ്ങനെയുള്ളതിലേക്ക് ഞങ്ങളുടെ തലമുറകളെ കൊണ്ടുവരണമേ. അവിടുന്ന് അത് ചെയ്തിരിക്കുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ, ആമേൻ.